തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു മരം വെട്ടുകാരൻ വളരെ സങ്കടത്തോടു കൂടി വഴിയിലിരിക്കുകയാണ്. എനിക്ക് ജോലിയൊന്നുമില്ല, എന്നെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അപ്പോൾ ആ വഴി കടന്നു പോയ ഒരു കച്ചവടക്കാരൻ മനസ്സലിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. കാര്യങ്ങൾ തിരുക്കി അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ കൂടെ വരിക, ജോലി ഞാൻ നിനക്ക് തരാം. അങ്ങനെ മരം വെട്ടുന്ന ജോലി ഈ മരം വെട്ടുകാരനെ കച്ചവടക്കാരൻ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം പണി ആരംഭിച്ചു. ഒരു ദിവസം 15 മരം അദ്ദേഹം വെട്ടി. അതിനനുസരിച്ചുള്ള കൂലിയും കൊടുത്തു. മരം വെട്ടുകാരന് വളരെയധികം സന്തോഷമായി, തൻ്റെ ജോലിയിൽ സംതൃപ്തിയുമായി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കച്ചവടക്കാരൻ മരം വെട്ടുകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മരം വെട്ടുകാരൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുകയാണ്. കച്ചവടക്കാരൻ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് പറ്റിയത്? എന്താണ് സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പഴയതുപോലെ മരം വെട്ടുവാനായിട്ട് കഴിയുന്നില്ല. എനിക്കൊരു ദിവസം 2 അല്ലെങ്കിൽ 3 മരങ്ങളെ മുറിക്കുവാൻ കഴിയുന്നുള്ളൂ. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. കച്ചവടക്കാരൻ ചോദിച്ചു, അല്ല, നിൻ്റെ ആയുധമുണ്ടല്ലോ, മഴു, അത് മൂർച്ച കൂട്ടിയിട്ട് എത്ര നാളായി? മരം വെട്ടുകാരൻ പറഞ്ഞു, ഞാൻ തിരക്കിനിടയിൽ അതെല്ലാം മറന്നുപോയി, എനിക്കറിയില്ല, കുറേ നാളുകളായി. കച്ചവടക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഇന്ന് തന്നെ പോയി നിൻ്റെ ആയുധം മഴു മൂർച്ച കൂട്ടുക, എന്നിട്ട് പഴയതുപോലെ നന്നായി അധ്വാനിക്കുക. മരം വെട്ടുകാരൻ ഉടനെ പോയി ആയുധം മൂർച്ച കൂട്ടി പഴയതുപോലെ നന്നായി അതിനേക്കാളും കൂടുതലായിട്ട് മരം മുറിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഒത്തിരി കഴിവുകൾ, താലന്തുകൾ, കൃപകൾ നൽകിയിട്ടുണ്ട്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കും. നമ്മൾ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഫലം കിട്ടുന്നില്ല. കാര്യക്ഷമമായിട്ട് അധ്വാനിക്കുന്നതിലാണ് കാര്യം. എങ്ങനെ മുറിക്കുന്നു എന്നുള്ളതിലല്ല, അറിഞ്ഞു മുറിക്കുക എന്നുള്ളതാണ് കാര്യം. ദൈവം നൽകിയ കഴിവുകളെ നമുക്ക് വർദ്ധിപ്പിക്കാം. പ്രാർത്ഥനയിലൂടെ, വചനവായനയിലൂടെ, ധ്യാനത്തിലൂടെ എപ്പോഴും കൃപകൾ മൂർച്ച കൂട്ടി ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനം ഓർത്തു വയ്ക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. സർവശക്തനായ ദൈവത്തോട് ചേർന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച, അഭിവൃദ്ധി, ദൈവാനുഗ്രഹങ്ങൾ, കൃപകൾ ലഭിക്കും. ദൈവം നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.